ഓപ്പറേഷൻ സിന്ദൂരിനിടയിലാണ് വ്ളോഗർ ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ ചാരപ്രവർത്തനത്തിൻ്റെ പേരിൽ പിടിയിലായത്. അവർ കേരളം സന്ദർശിച്ച വാർത്തയും പിന്നാലെ തന്നെ വന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരാവകാശ രേഖ പുറത്തു വന്നു. കേരള സർക്കാരിൻ്റെ ക്ഷണപ്രകാരമാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയത്. കേരള സർക്കാരിൻ്റെ ചിലവിലാണ് ഇവിടെ എത്തിയതും താമസിച്ചതും യാത്ര ചെയ്തതും വീഡിയോ ചിത്രീകരിച്ചതും. കേരള ടൂറിസം വകുപ്പിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജ്യോതിയെ കേരളത്തിൽ എത്തിച്ചത്. കൂടുതൽ ഫോളോവേഴ്സുള്ള ട്രാവൽ വ്ളോഗർ എന്ന നിലയിലാണ് ജ്യോതി മൽഹോത്രയെ മറ്റു പലരുടെയും കൂട്ടത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് അവർ ചാരപ്രവർത്തനത്തിൻ്റെ പേരിൽ പിടിയിലായി. എന്തായാലും അവർ ചാരപ്രവർത്തനം നടത്തുന്ന ആളാണെന്ന് അറിഞ്ഞല്ല കേരളത്തിലേക്ക് ക്ഷണിച്ചത് എന്നത് വ്യക്തമാണ്. പക്ഷേ മുൻ കേന്ദ്രമന്ത്രിയും BJP കേരള പ്രഭാരിയുമായ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് ഇതിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറയണം എന്നാണ്. അത് ന്യായമായ കാര്യമാണ്. വിളിച്ചത് മുഹമ്മദ് റിയാസ് ആണെങ്കിൽ മറുപടി പറയണം. പക്ഷേ കേരള സർക്കാർ എപ്പോഴും രാജ്യവിരുദ്ധ ശക്തികൾക്ക് തണലൊരുക്കുന്നു, ഇത്തരം സംഭവങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്നൊക്കെ ഈ പ്രകാശ് ജാവ്ദേക്കറും അതോടൊപ്പം തന്നെ ഷഹസായ് പൂനംവാലയും ഒക്കെ പറയുമ്പോൾ, സാധാരണഗതിയിൽ കേരളത്തെ പോലെ ഒരു സംസ്ഥാനം അയാൾ ചാരപ്രവർത്തനം ചെയ്യുന്ന ആളാണ് എന്ന് അറിഞ്ഞല്ല ഒരു സംസ്ഥാനത്തേക്ക് വിളിക്കുന്നത്. അങ്ങനെ ആ കാലത്ത് അവർ ചാരപ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ അത് കണ്ടെത്താനുള്ള ഉത്തരവാദിത്വവും കേരളത്തിനല്ല, അത് കേന്ദ്ര ഏജൻസികൾക്കാണ്. അങ്ങനെ വരുമ്പോൾ അന്ന് ചാരപ്രവർത്തനം നടത്തിയെന്നറിയാത്ത ഒരാളെ കേരളത്തിലേക്ക് ക്ഷണിച്ചതിൻ്റെ പേരിൽ എങ്ങനെയാണ് കേരളം ചാരപ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക് തണലൊരുക്കുന്ന സ്ഥലമാണെന്നും ഇത്തരക്കാരെ ചുവപ്പ് പരവതാനി വിളിച്ച് കേരളത്തിലേക്ക് ക്ഷണിക്കുന്ന ഇടമാണെന്നുമൊക്കെ നേതാക്കൾ പറയുന്നത്? എന്തിനാണ് ഇത്തരം ഒരു വിവാദം? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്.